ദീദീസ് മന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള അച്ചാർ ഉണ്ടാക്കാറുണ്ട്. മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അച്ചാർ. ചോറിൻ്റെ കൂട്ടത്തിലൊന്ന് തൊട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് അച്ചാർ. നമ്മളിന്ന് ഇവിടെ ഇരുന്ന അച്ചാർ കണ്ണിമാങ്ങ അച്ചാറാണ്. ഇന്ന് പലർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് എങ്ങനെ ഒരു നല്ല കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്നുള്ളത്. ഞാൻ ഈ കണ്ണിമാങ്ങ അച്ചാർ ഇടാൻ പഠിച്ചത് എൻ്റെ മദർ-ഇൻ-ലോയിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ അമ്മയെ തന്നെ ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് മുന്നിൽ അമ്മയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത്. വളരെ രുചിയുള്ള, എത്ര കാലം ഇരുന്നാലും പൂത്തുപോകുകയില്ലാത്ത തരത്തിലാണ് അമ്മ ഈ അച്ചാർ ഇട്ട് വെച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങളിത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഗ്യാരണ്ടി ഉണ്ട് ഇത് നല്ല സാധനമാണ് എന്നുള്ളതിന്. അപ്പോൾ നമുക്കൊന്ന് കാണാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ട സാധനങ്ങൾ: കടുക് വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്, കായം വറുത്ത് പൊടിച്ചത്, മുളക് പൊടി ചെറുതായി ചൂടാക്കിയത്, ഉപ്പ് ആവശ്യത്തിന്. 1 കിലോ മാങ്ങയാണ് ഞാൻ അച്ചാറിടാൻ പോകുന്നത്. ഇത് മാങ്ങ പറിച്ച് ചൊനയോടുകൂടി അടത്തിയെടുത്ത് തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് 3 ദിവസം വച്ച മാങ്ങയാണിത്. മാങ്ങ വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന സമയത്ത് അത് നിറക്കെ മാങ്ങ മൂട നിൽക്കത്തക്ക പോലെ വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ മാങ്ങ പൂത്തു പോകാൻ സാധ്യതയുണ്ട്. 1 കിലോ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. 3 ദിവസം മുൻപ് തന്നെ മാങ്ങ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് ഈ കാണുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി 5 ടേബിൾ സ്പൂൺ, എരിവനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ കടുക് വറുത്ത് പൊടിച്ചത് 1.5 ടേബിൾ സ്പൂൺ, ഉലുവ വറുത്ത് പൊടിച്ചത് 1.5 ടേബിൾ സ്പൂൺ, കായം വറുത്ത് പൊടിച്ചത് അതും 1.5 ടേബിൾ സ്പൂൺ. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂട്ടുകയും ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന്. പ്രത്യേകിച്ച് ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ണിമാങ്ങ നമ്മൾ ഇത് ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് വളരെ കുറച്ച് മാത്രം ഇനി ഉപ്പ് ചേർത്താൽ മതിയാകും. നമ്മളിപ്പോൾ വെള്ളത്തിൽ കിടന്ന മാങ്ങ കോരി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ മാങ്ങ കിടന്നിരുന്ന വെള്ളമാണ് ഇവിടെ ഊറ്റി വെച്ചിരിക്കുന്നത്. മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ചാറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം വെള്ളം തന്നെയാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്ന് അമ്മ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇത് പൊടികൾ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. കണ്ണിമാങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഇത് നല്ല കുറുകിയ പരുവത്തിനാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ചാറ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ മാങ്ങയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാങ്ങയിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ടിന്നിനകത്ത് ഇട്ട് വയ്ക്കുന്ന സമയത്ത് ടിൻ പകുതിയോടുകൂടി അരത്ത് നിൽക്കാവുള്ളൂ. അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇത് നിറഞ്ഞ് വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയിൽ വയ്ക്കുക. ഇതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവിയിൽ വയ്ക്കുക. നല്ല രുചിയുള്ള കണ്ണിമാങ്ങ അച്ചാർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് എത്ര നാളിരുന്നാലും കേടാവത്തില്ല. നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേടാവത്തില്ല. നമ്മൾ കൈയിട്ടെടുക്കാൻ പാടില്ല. അതുപോലെ നനവുള്ള സ്പൂൺ ഉപയോഗിച്ചൊന്നും മാങ്ങാച്ചാർ എടുക്കാൻ പാടില്ല. അപ്പോൾ കണ്ണിമാങ്ങ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇത് അമ്മയുടെ സ്പെഷ്യലാണ്. ഞങ്ങളെല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു കണ്ണിമാങ്ങ അച്ചാറാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയെക്കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ മുന്നിൽ ചെയ്യിച്ച് കാണിച്ചത്. ഈ കണ്ണിമാങ്ങ അച്ചാറിനകത്ത് നമ്മൾ എണ്ണയുടെ ഒരംശമോ അല്ല വിനെഗറോ നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല. ഈ മാങ്ങയുടെ പുളി തന്നെയാണ് നമ്മുടെ അച്ചാറിന് കിട്ടുന്ന ആ പുളി. അതുപോലെ നമ്മളിതിനകത്ത് എക്സ്ട്രാ വെള്ളമോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 3-4 ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. മാങ്ങ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്.
പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രഷായിട്ട് മാങ്ങ നമ്മുടെ മാവിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ ചൊന ഒട്ടും കളയരുത്. ആ ചൊനയോട് കൂടി വേണം മാങ്ങ ഒടിച്ച് നമ്മൾ ഉപ്പിലിട്ട് വെക്കാനായിട്ട്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തണ്ടോട് കൂടി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഈ കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. നമ്മൾ മുളക് പൊടി എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. പച്ചയ്ക്ക് ചേർത്താലും കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ ഒട്ടും മൂപ്പിക്കരുത്, കളർ മാറിപ്പോകരുത്. ജസ്റ്റ് ഒന്ന് ചൂടാകുക മാത്രമേ ചെയ്യാവുള്ളൂ. കടുകും ഉലുവയും കായവും നന്നായിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കുക. നന്നായിട്ട് പൊടിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പലരും പല രീതിയിൽ അച്ചാറുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ രുചിയുള്ള, ഇത് കഴിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ചോദിച്ചിട്ടുണ്ട്, എല്ലാ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്ന് മേടിച്ചതാണ് അല്ലെങ്കിൽ ആരുണ്ടാക്കിയതാണെന്ന് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇത് അമ്മയെക്കൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്യിക്കാൻ കാരണം അമ്മയാണ് ഇതിൻ്റെ എക്സ്പേർട്ട് ആൾ. വർഷങ്ങളായിട്ട് അമ്മ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം ഞാനത് പഠിച്ചപ്പോൾ അത് അമ്മ ഇത്രയും നല്ല അച്ചാർ ഉണ്ടാക്കി തന്നപ്പോൾ അത് മറ്റുള്ളവരും കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ മാങ്ങ ഇട്ട് വയ്ക്കുന്ന സമയത്ത് മാങ്ങ നികക്കെ വെള്ളം ഒഴിച്ച് വെക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ്, അത് അച്ചാർ ഇടുന്ന സമയത്ത് ആവശ്യത്തിന് ചാറിന് ആവശ്യമുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ബാക്കി നമുക്ക് കളയാം. മാങ്ങയിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും, പിന്നീട് നമ്മൾ വെച്ചതിന് ശേഷം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. കുഴമ്പ് പരുവത്തിലിരിക്കുന്ന തരത്തിൽ നമ്മൾ ഈ മുളക് പൊടി എല്ലാ പൊടികളും മിക്സ് ചെയ്ത് നമുക്ക് വെച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് മൈ കിച്ചൻ.